ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ഞാനേ ഒരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ മിക്ക ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പിന്നെ ഇതൊന്നും പണ്ടില്ലായിരുന്നോ, ഇപ്പോഴാണോ ഇതൊക്കെ തുടങ്ങിയത് എന്ന് ചോദിക്കാൻ വഴിയുണ്ട്. എന്തായാലും ജാമ്യം എടുത്തോണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നതാണ്. കാരണം ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനിത് പറയുന്നത്. തുടങ്ങിക്കോട്ടെ. ഫൈവ് 48 വരെ അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയാമോ? ആ സമയമാണ് പെരിമെനോപോസൽ ഏജ് എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ഇഷ്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് നിന്ന് പൊട്ടിത്തെറിക്കുന്നത്, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നത്, എടുത്തടിച്ച് മറുപടി പറയുന്നത്, വെറുതെ 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 നമ്മൾ വഴക്കുണ്ടാക്കും. ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയുന്നത് കാണാം. ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല, മക്കൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റാവുന്നത് അതെല്ലാം അവർ ചെയ്യും. അതൊന്നും അവരുടെ കുഴപ്പമല്ല. കാരണം എന്താണെന്നറിയാവോ? അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരല്ലാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് കാര്യങ്ങൾ വരും. അപ്പം ആവശ്യമുള്ളത് വേറൊന്നുമല്ല, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സംരക്ഷണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് എന്നെ ഒന്ന് കേൾക്കൂ എന്ന് പറയാനാണ് പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ടല്ലോ, ആരും തുറന്നു പറയല്ല. എസ്പെഷ്യലി നമ്മുടെ അത് കൾച്ചറിൻ്റെ ആണോ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എസ്പെഷ്യലി ഞാൻ പറയുന്നത് കേരളൈറ്റ്സ്, നമ്മുടെ പെണ്ണുങ്ങൾ മിക്കവാറും തുറന്നു പറയല. ഒന്നാമതേ കാരണം എന്നാന്ന് അറിയത്തില്ലായിരിക്കും. അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് പെടുന്നതും മിക്കവാറും ചേട്ടന്മാർ ഇതറിയത്തില്ലാതെയൊക്കെ വന്നിട്ട് ഇതെന്ത് പറ്റി, എൻ്റെ ഭാര്യയ്ക്ക് വട്ടാണോന്ന് വരെ ചിന്തിക്കുന്ന കേസുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വട്ടൊന്നുമല്ല കേട്ടോ, ഇതാണ് കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു. എനിക്കറിയാവുന്ന ഈ ഒരു സിറ്റുവേഷൻ കടന്നുപോയ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സീന, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതലായിരിക്കും ചിലരുടെ സിറ്റുവേഷൻ നല്ല വ്യത്യാസമുണ്ട്. ചിലർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ചിലർക്ക്, അതായത് ഹോട്ട് ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളംകാല് തൊട്ട് ഉച്ചി വരെ ചൂടെടുക്കുക എന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട് ഇരുന്ന് പൊള്ളുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അതായത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ അമ്മമാർ ചൂടെടുക്കുന്നു എന്ന് പറയുന്നത് വേറൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇത് തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അവരിതെല്ലാം ഉള്ളിൽ ഒതുക്കി പാവ ആൾക്കാർ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മമ്മീനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ വിചാരിക്കണം, അവർ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നിന്നിട്ടല്ലേ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഞാൻ ശരിക്കും വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പഠനവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ടും എനിക്കും ഒരു ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാര്യം. അതുകൊണ്ട് അവരെ ഒന്ന് കെയർ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ചേട്ടന്മാരോട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സ്ത്രീകളും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിഞ്ഞ് അതായത് നമ്മൾ സെൽഫ് കെയറും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് വിചാരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എല്ലാം ഒന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നൊന്നും വരികയല്ല. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ. അതൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു 35, 40 ആഫ്റ്റർ 40 ഒക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല ആ സമയത്ത്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും
ഈ സമയത്ത് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ആർക്കൊക്കെയോ, അതായത് മക്കൾക്ക് വേണ്ടി ഓടി, ഭർത്താവിന് വേണ്ടി ഓടി, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഓടി, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ഓടി, നാട്ടുകാർക്ക് വേണ്ടി ഓടി, ഈ ഓട്ടം എല്ലാം തീർന്ന് ഒരു 45 ഒക്കെ ആകുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ഇത്രയൊക്കെ ഞാൻ ഓടിയിട്ട് എനിക്ക് എന്താണ് കിട്ടിയത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടോ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പിന്നെ തുറന്നു പറയുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തുറന്നു പറയുക. ചില ആൾക്കാർ കേൾക്കില്ല, ചില ആൾക്കാർ അത് അറിവില്ലായ്മ കൊണ്ട് ചിലപ്പം എന്നാ പറയാം, അവർക്ക് അറിയത്തുണ്ടാവില്ല ഇത് ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയത്തില്ലായിരിക്കും. ചില കേസസിലൊക്കെ ഞാനിങ്ങനെ അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കും. അപ്പം എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ചിലപ്പം ഭാര്യമാർക്ക് വേണ്ടി ആയിരിക്കാം, ഭാര്യമാരെ കൊണ്ടായിരിക്കും ഇവർ എൻ്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഭാര്യമാർക്ക് വേണ്ടി ആയിരിക്കും ഇവർ വിളിക്കുന്നത്. പക്ഷെ പറഞ്ഞു പിടിച്ച് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും കൗൺസിലിംഗ് നടത്തുന്നത് ചേട്ടന്മാർക്കായിട്ട് മാറും. അപ്പോൾ പക്ഷേ ഒരുപാട് ആൾക്കാർ അയ്യോ സീന ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഭാര്യമാരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, നിങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൂടുതലും ഈ ഒരു ഹോർമോൺ ഇഷ്യൂസും കൊണ്ടായിരിക്കും. ഇത് പണ്ട് കാലത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഇത്രയും അവയർനെസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. അപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ ഭാര്യമാരെ. കാരണം ഇത്രയും നാളും അവർ നിങ്ങളെ നോക്കിയെന്നല്ലേ. ഈ ഒരു ഏജിൽ നിങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് നാൾ അവർ റെസ്റ്റ് എടുക്കട്ടെ എന്നേ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പം ശരിക്കും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? കുറച്ച് പേരുണ്ടായില്ലേ? സോ താങ്ക് യു സോ മച്ച്.